ഹലോ ഗായ്സ്, സോൾടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നോക്കി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കണം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും ക്വാറൻറ്റൈനായിട്ട് വീട്ടിനകത്ത് നിൽക്കുന്നതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു നല്ല അടിപൊളി നമ്മളൊരു കുംസ് ഉണ്ടാക്കാൻ പോയി. കുംസ് എന്ന് പറഞ്ഞൊരു എഗ് കേക്ക്, മുട്ടേനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് കുംസ് എന്ന് പറയുന്നത്. ഇത് വെറും 2 മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, ക്യാരറ്റും മുട്ടയും. മിനിമം 2 ക്യാരറ്റ് വേണം, അതുപോലെ തന്നെ മിനിമം 3 മുട്ട വേണം. നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, ഗീ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ക്യാരറ്റ് ചെറിയ പീസിലേക്ക് ചിരണ്ടി എടുക്കണം. ചിരണ്ടുന്ന സാധനമില്ലെങ്കിൽ മുറിച്ചിട്ട് ചെറിയ കഷ്ണമാക്കിയാലും മതി. നമ്മളങ്ങനെ ക്യാരറ്റ് നല്ല രീതിയിൽ ചിരണ്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. ആൾക്കാരൊക്കെ ഈ കുംസാക്കുമ്പോൾ അതിൽ മൈദപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്, പക്ഷെ നമ്മളിന്ന് മൈദയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ വെറും മുട്ടയും ക്യാരറ്റും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ മുട്ട ഒഴിച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ 4 മുട്ടക്ക് 6 സ്പൂൺ പഞ്ചസാര എന്ന നിലയിൽ നമ്മൾ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അന്നേരം ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്ക് ഉപ്പ് മീൻസ് ഒരു കാരത്തിന് കുറച്ച് ഇട്ടാൽ മതി. നമുക്കതുപോലെ ബേക്കിംഗ് സോഡ നമ്മൾ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഉപ്പ് നല്ല രീതിയിൽ അതിൽ ചേരുന്ന രീതിയിൽ നമ്മളൊരു 2 മിനിറ്റ് അത് മിക്സ് ചെയ്യുക. മിക്സൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ അത് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അന്നേരം നേരത്തെ മുറിച്ച് വെച്ച ക്യാരറ്റും അതുപോലെ തന്നെ ഗീ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാൻ അവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ അതിലേക്ക് നമ്മുടെ ഗീ കുറച്ച് ഒഴിക്കുക, പശു നെയ്യ് കുറച്ച് പാനിലേക്ക് ഒഴിക്കുക. എണ്ണ കുറച്ചൊന്ന് ചൂടാകാൻ വെച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരി നമ്മളതിട്ട് ചൂടാക്കണം. കുറച്ചെല്ലാം നല്ലോണം ഇട്ടാൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടത്ര ഇടാം. എന്നിട്ട് നല്ലോണം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ക്യാരറ്റ് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ക്യാരറ്റ് നന്നായിട്ട് ഇളക്കുക. പഞ്ചസാര ആഡ് ചെയ്യുക, ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യുക. അധികം ഇടണ്ട, കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. നമ്മൾ വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഒന്നിട്ട്. നമ്മളന്നേരം ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് നല്ല രീതിയിൽ ആ പഞ്ചസാരയൊക്കെ അതിൽ അലിഞ്ഞ് ചേരുന്നവരെ വെക്കണം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല ഡ്രൈ ആയി നമ്മളന്നേരം റെഡിയായ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ മുട്ടയും ഇവിടെ ഉണ്ട്. നമുക്കിനി ക്യാരറ്റ് നമുക്ക് മുട്ടയിലേക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റ് നമ്മൾ നേരത്തെ ആക്കി വെച്ച മുട്ടയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ടൈം മിക്സ് ചെയ്താൽ മതി. ഒരു 1 മിനിറ്റ് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടാകാൻ വെക്കുക. ചൂടായതിന് ശേഷം നമ്മളെ ഗീ കുറച്ച് ഒഴിക്കുക, പശു നെയ്യ് കുറച്ച് ഒഴിക്കുക. അത് പാത്രത്തിൻ്റെ ചുറ്റോടും അത് എത്തിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയും ക്യാരറ്റും മിക്സ് ചെയ്ത അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. നമ്മളങ്ങനെ അത് ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊത്തി വെക്കുക. പൊത്തിയിട്ടൊരു 10 മിനിറ്റ് അതങ്ങനെ ചെറിയ തീയിൽ വെക്കണം. നമ്മളെ കുംസ് അങ്ങനെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ കുംസ് റെഡിയായെന്ന് തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. ഈ പൊന്തി വന്നതൊക്കെ താവും കേട്ടോ.
നമ്മുടെ ക്യാരറ്റ് കുംസ് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല ഹെൽത്തി സ്നാക്കാണ്. കാരണം നമ്മളിതിൽ മൈദ ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ നമ്മൾ മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്, ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടീനും വിറ്റമിൻസും ആയിട്ട് നിറഞ്ഞൊരു ഫുഡ് ഐറ്റമാണ് നമ്മളെ ക്യാരറ്റ് കുംസ്. വെറും 2 മെയിൻ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്യാരറ്റ് കുംസ് ഉണ്ടാക്കിയത്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.